തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച അടിയന്തര യോഗം ഇന്നാണ്. മന്ത്രിമാർക്കും തിരുവനന്തപുരം മേയർക്കും പുറമെ ചീഫ് സെക്രട്ടറിയും റെയിൽവേ ഡിവിഷണൽ മാനേജരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. മാലിന്യ നീക്കം സംബന്ധിച്ച റെയിൽവേ കോർപ്പറേഷൻ തർക്കം ഈ യോഗത്തിൽ ചർച്ചയാകും. സലീം മാലിക് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. എത്ര മണിക്കാണ് ഈ യോഗം നടക്കുക? ഗുഡ് മോർണിംഗ് SKN. ഇന്ന് 11:30 യാമഴഞ്ചാൻ തൊട്ടിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള യോഗം നടക്കുന്നത്. അങ്ങനെ ഒരു യോഗം ചേരാൻ നമുക്ക് കഴിഞ്ഞ ജോയി അപകടത്തിൽപ്പെട്ട ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ മുഴുവൻ കണ്ടതാണ് ഇവിടുത്തെ മാലിന്യം. അങ്ങനെ ഒരു മാലിന്യം തലസ്ഥാനത്ത് ഈ ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിനു കീഴിൽ ഇത്രയധികം ബുദ്ധിമുട്ടേറി ഇരുന്നിട്ടും ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു അതിനൊരു യോഗം ചേരാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്ന വാർത്താക്കുറിപ്പ് ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ റെയിൽവേ ഭൂമിയിലുള്ള 117 മീറ്ററിൽ ഈ മാലിന്യം കെട്ടിക്കിടക്കുന്നത് കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, അത് നീക്കം ചെയ്യാനുള്ള അടിയന്തര യോഗം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന വാർത്താക്കുറിപ്പ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, അത് തൊട്ടപ്പുറത്തേക്ക് പാൻ ചെയ്താൽ അത് റെയിൽവേയുടെ ഭൂമിയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നത് റെയിൽവേയുടെ ഭൂമിയാണ്. അവിടെ മാലിന്യമുണ്ട്, ശരിയാണ്, അത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ ആ 117 മീറ്ററിലെ മാത്രം പ്രശ്നമാണ് ഇത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് വരുന്നതിൽ ഒരു അനൌചിത്യമുണ്ട്. കാരണം ആ ദൃശ്യങ്ങൾ ഇങ്ങനെ മാറി നമ്മൾ ആ ഗ്രില്ലിന് ഇപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ ഇത് റെയിൽവേയുടെ ഭൂമിയല്ല, ഇത് സർക്കാരിന്റെ നഗരസഭയുടെ സ്ഥലമാണ്. അവിടെയും മാലിന്യം തന്നെയാണ് സ്ഥിതി, വ്യത്യസ്തമൊന്നുമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പരസ്പരം തർക്കങ്ങളും അതിന്റെ ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം ആര് എന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളുമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. അതിന് ഈ മുഖ്യമന്ത്രിയുടെ യോഗത്തിലൂടെ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന നിലയിൽ ഗുണപരമായ ഒരു മീറ്റിംഗ് ആയി മാറട്ടെ. മുഖ്യമന്ത്രി വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തുനിന്ന്.